ഏകദേശം അട്ടത്തിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടാ അല്ലേ? ആ, അട്ടത്തിൻ്റെ പരിപാടി കഴിഞ്ഞ് വിറക് കയറ്റി, ഓലക്കൊടി കയറ്റി, എല്ലാ സെറ്റപ്പും കിട്ടുകയാണ്. അപ്പോൾ സൂപ്പർ. ഓക്കെ, ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമുക്ക് അട്ടം കെട്ടണം അടുപ്പിൻ്റെ മുകളിലെ വിറക് വെച്ചിട്ട്. അപ്പോൾ സമയം കാണിച്ചത് ഇവിടുന്ന് കെട്ടേണ്ടതെന്ന്. ഇവിടെ നിന്നാണ് കെട്ടേണ്ടത്. സമയം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഏകദേശം സെറ്റാക്കിയിട്ടുണ്ട്. എന്താ ഒരെണ്ണം വടി ഇട്ടിട്ടുണ്ട്. ഞാൻ അടിയിൽ നമുക്ക് ബാക്കി പരിപാടി ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ബാക്കി പരിപാടി എന്താണെന്നുള്ളത് ഞാൻ സംഭവം കാണിച്ചു തരാം. സിമ്പിളാണ്. എന്താ ഇതൊരു കമ്പി കൊണ്ടുപോകണം, അങ്ങനെ വെച്ച് കെട്ടാനേ. എന്താ കമ്പി എടുക്കുക, പോവാ. ഓക്കെ, ഏകദേശം ഇതുപോലെ ഉണ്ടാവും കേട്ടോ. എന്താ കയറിങ്ങനെ താഴത്തേക്ക് എടുത്തിട്ടാൽ അവിടെ എടുത്തിട്ടുണ്ട്. ഇനി ബാക്കി പരിപാടി ഞാൻ കാണിച്ചേ. ഏകദേശം മുകളിൽ നിന്നിട്ട കയർ ഇങ്ങനെ ഇരിക്കും കേട്ടോ. നമ്മളൊരു അലക് പോലെ കെട്ടിയിട്ടേ ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു പിടുത്തം കൊടുക്കണം, അവിടെ നിന്ന് അങ്ങോട്ടൊരു പിടുത്തം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കി അലക് ഇങ്ങനെ വെച്ച് സെറ്റാകാവുള്ളൂ. അവിടെ കഴിച്ച് നമ്മൾ ആ കെട്ടിയ കയറിന് ചെറിയൊരു മാറ്റം വരുത്തി കിട്ടാം. ഞാനത് ലോഡ് വരികയാണെങ്കിലേ ചിലപ്പോൾ കയറുമ്പോൾ താങ്ങിയില്ലെങ്കിൽ അതിപ്പോൾ താങ്ങും, എന്നാലും കുറച്ചും കൂടി കനമുള്ള കിണറ്റിൽ വെള്ളം മുക്കാൻ ഉപയോഗിക്കുന്ന കയറില്ലേ അത് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. സാധനം ഇവിടെ ഉണ്ട്. ഏകദേശം അത് നമുക്ക് അതേപോലെ തൂക്കിടാണ്ട, അതാകുമ്പോൾ അവിടെ നിന്നോളും. ഇത് കണ്ട, ഇത് ചെറുത്, അത് 3-4 മടങ്ങ് ഇട്ടിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇതാകുമ്പോൾ ഒറ്റ കയറുമ്പോൾ നിന്നോളും. അപ്പോൾ അങ്ങനെ ചെയ്യാം. നമുക്ക് കയറ് മാറ്റി കൊടുക്കാം. ഓക്കെ, ബാക്കി പരിപാടി മുകളിൽ ഈ കയറ് അപ്പുറത്തുള്ള കല്ലിനോട് ചേർത്ത് കെട്ടിയാൽ മതി കേട്ടോ. ഓക്കെ, താഴേക്ക് പോവാം, മുകളിലേക്ക് വരെ തന്നെ പരിപാടി. അപ്പം മുകളിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ മുകളിലെത്തിയിട്ടാ. നേരത്തെ ചെയ്ത അതേമാതിരി കണ്ട, ഇട്ട കയറ് അതേപോലെ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്ന പരിപാടി തുടങ്ങാം. ഓക്കെ, ഏകദേശം അതിൽ കഴിഞ്ഞിട്ടാ. അപ്പോൾ ഇനി എത്രത്തോളം മാറ്റി കെട്ടേണ്ടി വരുമെന്ന് അറിയില്ല. പോയേക്കാം. അങ്ങനെയൊക്കെ തന്നെ പണിയുമ്പോൾ കൂടെ പണിയാണ്. ഒരു പണി കഴിയുമ്പോൾ ഒരു പണി. അതതിൻ്റെ നേരെ ഇങ്ങനെ
അല്ലെങ്കിൽ അവിടെ നിന്ന് പറഞ്ഞാൽ മതി ഇങ്ങനെ നേരെ വന്നില്ലെങ്കിൽ കുറച്ചും കൂടി വലിക്കാൻ പറഞ്ഞാൽ മതി. ആ നേരെയായി. നേരക്കാണ്. മതിയോ? ആ ഓക്കെ അല്ലേ? ആ നോക്കി നമ്മളൊന്ന് വിട്ട് നോക്കി. വിട്ടിട്ട് നോക്കി. ആ ശരിക്കാണ്. രസം കൂടി വറുത്ത്. ആ മതി 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 കുറച്ചും കൂടി ആ മതി. വിട്ടോ? ഏകദേശം ഇങ്ങനെ ഇരിക്കുക. ഇനി ഇവിടെ അലക് കെട്ടാനുള്ള സാധനങ്ങളൊന്നും പോയി ഒപ്പിക്കട്ടെ. ഓക്കെ, എവിടെയെങ്കിലും ഉണ്ടാവും, എവിടെയെങ്കിലും ഉണ്ടാവും. നമ്മളാ എരിക്കാണ് കേട്ടോ. അന്ന് ചെറിയ തയ്യാകുമ്പോൾ കൊണ്ടുവന്ന് വെച്ചതാണ്. അതാണ് ഇപ്പോൾ ആ വലിപ്പത്തിൽ ഉണ്ടാ. ഞാൻ വേണമെങ്കിൽ ആ വിൽക്കുന്നതിൻ്റെ ആ വീഡിയോ ഞാൻ ഇവിടെ ആണെങ്കിൽ ഇതിൻ്റെ മുകളിൽ കൊടുക്കാം കേട്ടോ, ഈ ഭാഗത്ത് കൊടുക്കാം. അപ്പോൾ അലകുണ്ട് കണ്ട, ഇത് ചൂണ്ട. അപ്പോൾ ഇതൊക്കെ എടുത്ത് സെറ്റാക്കട്ടെ. ഓക്കെ, ഇനി മോളിക്കാണ്. ഏകദേശം ഇങ്ങനെ ഇരിക്കും കേട്ടോ. ഇനി ഇവിടെ നിന്ന് വലിച്ചെട്ടിട്ട് ഏകദേശം ഇങ്ങനെ അങ്ങോട്ടൊരു കയറ് വലിച്ചെട്ടി കഴിഞ്ഞാൽ സെറ്റായി നിൽക്കും. കുത്തി ഇറക്കാനല്ല, നമുക്ക് കത്തിക്കേണ്ട കറുകൾ അതൊന്ന് നിറച്ചേക്കാനാണ്. ഓക്കെ, വേണ്ട വേണ്ട തലയൊന്നും മുട്ടരുത്. ഇത് ഇവിടെ കെട്ടിക്കും. അത് എത്ര പുറത്തേക്ക് തള്ളിയിട്ടുണ്ടത്? തോനുണ്ടോ? അതിലില്ല, തോനുണ്ട്. ഇതേപോലത്തെ ഒരെണ്ണം കൂടി ഉണ്ട് ഈ വാതിൽപ്പൊടിൻ്റെ. എവിടെയാണോ മുള്ളുണ്ടാ? കത്തി നോക്കട്ടെ. എവിടെയോ കണ്ടിരുന്നു, എവിടെക്കോ കണ്ടിരുന്നു ഞാൻ. ഇതേപോലത്തെ കഷ്ണം അല്ലേ? അതല്ലേ പ്ലാവ് എന്തോന്നത്, പ്ലാവ് എന്തോന്ന്, പ്ലാവാണ്. പോയാലോ? മൂന്ന് അവിടെ ഇവിടെ ഉണ്ട്.
അപ്പോൾ 2-3 അലകൊന്ന് പോയാൽ കേട്ടാ. മുകളിൽ അവിടെ ഇവിടെ കണ്ട മാതിരി ഉണ്ട്. ഒന്ന് പോകട്ടെ. അലക് തപ്പി മുകളിലെത്തിയേ. ഏകദേശം ഇവിടെ ഇവിടെ കണ്ടിട്ടുണ്ട് അതിന്. ഇവിടെ എവിടെയോ ഉണ്ട് അതേപോലത്തെ ഒരു വാതിൽക്കട്ടിലേൻ്റെ അല്ല വാതിൽക്കട്ടിലാന്ന് ജനവാതിൽക്കട്ടിലേൻ്റെ ഒരു പൊളി ഞാൻ അവിടെ ഇവിടെ കണ്ടിക്കണേ. അടുത്തോടെ പൂച്ചുള്ളതുകൊണ്ട് അതാ കിടക്കുന്നത്. ഞാനല്ലേ കണ്ടിക്കണെന്ന് പറഞ്ഞാൽ കണ്ടിക്കണ് സാധനം കണ്ടതാ. നല്ല പ്ലാവിൻ്റെ ഒക്കെയാണ്. വേറെ ഒന്ന് തപ്പിയോ കോട്ടെ കേട്ടോ. ഇത് നല്ല കുറച്ച് കഷ്ണങ്ങളൊക്കെ കാണുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇതായിട്ട് പോവാം. ഓക്കെ, ഇപ്പോൾ ഇത് മതി. ഈ ഒരെണ്ണം കൊണ്ട് ഒപ്പിച്ച് നോക്കാം. ബാക്കി വേറെ എന്തെങ്കിലുമൊക്കെ വെക്കാം. ഒരല കിട്ടിയിട്ടുണ്ടേ. കൂടി വേണം. അതുപോലെ കൈസ് അപ്പോൾ ഉള്ള അലക് വെച്ച് കണ്ട് തട്ടി കുടിക്കുന്നു കേട്ടോ. നമ്മൾ കാണിച്ചേ ഉണ്ടാ ഏകദേശം അവിടെ ഇവിടെയൊക്കെ പോയി തപ്പിയിട്ട് ഇത് വെക്കുന്ന വീഡിയോ എടുത്താണ്. പക്ഷേ റെക്കോർഡായില്ല. അതാണ്ടായത്. ഈ അലകൊക്കെ വെക്കുന്ന വീഡിയോ ഞാൻ ക്യാമറ ഓണാക്കി വെച്ചെന്നാണ് വിചാരിച്ചത്. സംഭവം റെക്കോർഡായിട്ടില്ല. അപ്പോൾ ഏകദേശം ഇങ്ങനെ ഇരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ബാക്കി പരിപാടി ഇനി കിട്ടുന്ന പരിപാടിയാണ്. ഓക്കെ, അത്യാവശ്യം നിങ്ങളല്ലേ ഓക്കെ. കയറിൻ്റെ ഉറപ്പ് കണ്ടിട്ട് കയറും ഉറപ്പില്ലേ? ഭയങ്കര ഉറപ്പാ. അപ്പോൾ ഏകദേശം ഇതൊന്ന് കെട്ടി കയറ്റാ. ഇതിൻ്റെ വീഡിയോ എടുക്കാം. കണ്ട ഏകദേശം ഇപ്പോൾ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. കണ്ട ഇത് മൊത്തം കെട്ടണം. ഒരാളോടെ ഇരുന്ന് നിരീക്ഷിക്കുന്നുണ്ട് അല്ലേ? വിറക് വയ്ക്കാനുള്ളതല്ലേ? വിറക് വയ്ക്കാനേ മഴയായിട്ട് വിറക് നനഞ്ഞിട്ട് കത്തുന്നേ ഇല്ല. അപ്പം അതിനൊരു ഭയങ്കര ബുദ്ധിമുട്ട് പ്രതിവിധി കാണണ്ടേ? അപ്പോൾ അതിനുള്ളൊരു പ്രതിവിധിയാണിത്. അപ്പോൾ ഏതായാലും മൊത്തം കെട്ടി കയറ്റാ. എന്നിട്ട് ബാക്കിയുള്ള ഓരോ ഘട്ടം ഘട്ടമായിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ മുതലാളി അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ബാക്കി ഇത് കെട്ടി കഴിഞ്ഞത് കാണാം കേട്ടോ. ഓക്കെ, അവിടെ അടക്കരുത്. അപ്പോൾ അങ്ങനെ പുതിയ പോകാം. അപ്പോൾ ഓക്കെ പോരെ. അപ്പോൾ ഏകദേശം സെറ്റായിട്ടാ. അപ്പോൾ ഏകദേശം നമ്മൾ അട്ടം ഇതുപോലെ ഉണ്ട് കേട്ടോ. സംഭവം കാണിച്ചതേ കണ്ട വിറക് കുത്തി ഇറങ്ങില്ല. നമുക്ക് ആവശ്യത്തിനുള്ള വിറക് കിട്ടാം. അതിനനുസരിച്ചുള്ള അട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കണ്ട വിറക് കൊള്ളി വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് ഉണങ്ങി കിട്ടുന്നില്ല. അപ്പോൾ ഏതായാലും വിറക് കത്തിക്കണം. അപ്പോൾ ആ പുക അടിച്ചിട്ട് സംഭവം ഉണങ്ങിക്കോളും. ഏകദേശം ഇങ്ങനെ ആയിട്ടാ. നമുക്ക് വിറക് അട്ടത്തുനിന്ന് എടുത്തിട്ട് ഈ അട്ടത്തിലേക്ക് ഫില്ല് ചെയ്ത് നോക്കാം. ഓക്കെ, അട്ടത്തുനിന്ന് കുറച്ച് വിറക് എടുത്തിട്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഫില്ല് ചെയ്യാം. ഓക്കെ, ഏകദേശം കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. സംഭവം കാണിച്ചേ. വല്ലാണ്ട് അതിൻ്റെ മുകളിൽ നിൽക്കാൻ വയ്യ. നല്ല ഉറുമ്പാണ്. കണ്ടാ ഉറുമ്പ് എന്ന് പറഞ്ഞാൽ കണ്ടാ. അപ്പോൾ അവിടെ നിന്ന് എടുത്തിട്ടത്
നല്ല ഉറുമ്പെന്ന് പറഞ്ഞാൽ നല്ല ഉറുമ്പാണ്. ഒന്ന് പോട്ടെ, പോയിട്ട് കാണാം. ഇതോരൊന്ന് പെറുക്കി പെറുക്കി കൊണ്ടുപോയി വെക്കട്ടെ. ഇവിടെ നമുക്ക് അടുക്കി പെറുക്കി വെക്കാം. അപ്പോൾ താത്തനായിരുന്നു, അട്ടൻ താത്തനായിരുന്നു. താത്തനൊക്കെ താത്ത ആ കയറൊന്ന് നല്ല അയച്ചു വിട്ട് കഴിഞ്ഞാൽ വേണമെങ്കിൽ കുറച്ചുകൂടി താത്തയിരുന്നിട്ടാ ഇതുവരെ. അപ്പോൾ വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇതുവരെ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഇതിൽ സെറ്റ്. അതിനുള്ള വിറകേ ഉള്ളൂ, കുറച്ച് എടുത്തോണ്ടെന്ന് വയ്ക്കാനുള്ളൂ ഉള്ളൂ. പിന്നെ തീരുമ്പോൾ അങ്ങനെ വെച്ചു കൊടുത്താൽ മതി. മറ്റാണെങ്കിലേ മുട്ടലും പിടിക്കലൊക്കെ ആയിരിക്കും. ഇതിനെ വെറുതെ എടുത്ത് വെച്ചുകൂടി. അങ്ങനെ 1-2 എടുത്ത് വെച്ചാണെങ്കിൽ നോക്കട്ടെ. അടുത്തത് വേണ്ടണ്ട, ഇനി ബാക്കി ഞാൻ എടുത്ത് വെച്ചോണ്ട്. അതാ പറഞ്ഞു കുറച്ച് താത്തണയിരുന്നോന്ന്. ഞാൻ തരാം. അതിന് മുകളിൽ വലിക്കാൻ മൊത്തം ഉറുമ്പ് അതിലൊന്ന് കടിച്ചിട്ട് കേട്ടോ. ഇപ്പൊ അതിൽ കടിക്കണ്ട മറ്റേ അരിയുറുമ്പാണ്. അതിൽ തീറ്റ എന്തൊക്കെ ശേഖരിച്ച് വെച്ചിരുന്നത്. അപ്പോൾ ഏകദേശം അട്ടം ഫില്ലായി തുടങ്ങിയിട്ടാ. കണ്ട ഇതേമാതിരി വിറക് വെച്ചിരിഞ്ഞു. കണ്ട ഗ്യാപ്പുണ്ട ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് ഈ ഭാഗം നമ്മൾ ഫില്ല് ചെയ്യണില്ല, അത് പുക പോകാനുള്ള ഗ്യാപ്പാട്ടാ. ഇതുവരെ ഉള്ളൂ. കണ്ട അപ്പോൾ സംഭവം സെറ്റാണ്. ഒരു ഐഡിയ ഉണ്ടായാൽ മതി. പുകയാണെങ്കിൽ ഇത് കൂടിയും പോയിക്കോളും. അപ്പോൾ അട്ടം ഇങ്ങനെ ഇരിക്കുവേ. കണ്ട ഓക്കെ. അടുപ്പ് അട്ടം ഇനിയും ഗ്യാപ്പുണ്ട്. ഇനി കിട്ടണ വിറകുകളൊക്കെ കൊണ്ടുപോയി വെക്കാം. ഇനി കിട്ടണ വിറകുകൾ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചാൽ മതി. ഓലപ്പൊടി വെക്കാനും ഗ്യാപ്പുണ്ട്. ഇനി ഒരു കെട്ടുകൂടിയും പോവും. പണിയൊക്കെ കഴിഞ്ഞ് വിറകൊക്കെ മാറ്റിയൊക്കെ നോക്കുമ്പോഴേ ഒരാൾ വന്നിട്ടുണ്ട്. കാണിച്ചരേ. കണ്ട നായ പിടിക്കുമോന്നാണ് എന്താണ്, ആരോ വളർത്തണാണ്. കുട്ടിയാണ്. കണ്ട പ്രാവും കുട്ടി. ചെറുതായിട്ട് പറക്കണുണ്ട്. ഓ ആരതാണാവോ? ആരതായാലും നായും പൂച്ച എന്തെങ്കിലും പിടിക്കാൻ സാധ്യതയുണ്ട് തോന്നുന്നു. കാരണം പറന്നുപോയി. അത് പൂച്ച പിടിക്കും തോന്നുന്നത്. അപ്പോൾ അങ്ങനെ അവസാന പരിപാടി കേട്ടോ. അട്ടം കെട്ടി കഴിഞ്ഞപ്പോൾ ആകെ വൃത്തിയായി കിടക്കണം. അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്യണേ. പറഞ്ഞ മാതിരി ഈ അടുപ്പിനും കണ്ണി പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിനൂടെ ഒന്ന് സിമെൻ്റ് ഇടണം. അപ്പോൾ അട്ടം കെട്ടുന്ന പരിപാടി ഇത്രയുള്ളൂ കേട്ടോ. അപ്പോൾ ഇതോടെ ഈ വീഡിയോ കഴിഞ്ഞ് ഇനി പുതിയൊരു വീഡിയോസുമായി വീണ്ടും വരാം. ബൈ.